മുസ്റ്റാച്ച് ഹോസ്റ്റൽ വാരണാസി. ബനാറസ് നിങ്ങളൊരു സോളോ ട്രാവലായിട്ട് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി സെറ്റാണ്. അവസാന ദിവസം റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ വന്നത് ഇങ്ങോട്ടേക്കായിരുന്നു. നമുക്കിവിടെ വാരണാസിയുടെ ഫുൾ ബ്ലൂ പ്രിന്റ് കാണാൻ പറ്റും. അതായത് ഗംഗാനദിയുടെ തീരത്തുള്ള ഘാട്ടുകളും അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന മുസ്റ്റാച്ചിലാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒഴുകുന്ന ഗംഗാനദിയും അതുപോലെ തന്നെ 84 ഘാട്ടുകളും. ഗംഗാനദിയുടെ അപ്പുറത്തെ കരയിലായിട്ട് നമുക്ക് രാംനഗർ ഫോർട്ട് കാണാൻ പറ്റും. ടുവേർഡ്സ് നോർത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സംഗട്ട് മോചൻ ഹനുമാൻ ടെമ്പിൾ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ദുർഗാ ടെമ്പിൾ ഉണ്ട്. പിന്നീട് മാപ്പിൻ്റെ വലത്തുഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന സ്പോട്ടുകളെല്ലാം ഘാട്ടിനെ ചുറ്റിപ്പറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, അലങ്കീർ മസ്ജിദ് ഒക്കെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം. പിന്നെ വാരണാസി സെൻറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സാർനാഥ് എന്ന് പറയുന്ന ടൗണിൽ എത്താൻ പറ്റും. സെൻറ്ററിൽ നിന്ന് തന്നെ 36 കിലോമീറ്റർ ദൂരെയാണ് വാരണാസി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു കംപ്ലീറ്റ് വാരണാസി ഐറ്റിനറി സെറ്റ് ചെയ്യാനുള്ള വകുപ്പ് നമ്മുടെ മുസ്റ്റാച്ച് ഹോസ്റ്റലിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കിടിലല്ലേ? ഈ ഹോസ്റ്റലിൽ കൂടുതലും സോളോ ട്രാവലേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സും വരാറുണ്ട്. അപ്പോൾ വീണ്ടും വെൽക്കം ടു ഇന്നത്തെ ഊരുതണ്ടൽ ബനാറസ് പട്ടണം തെണ്ടുതിരിയൽ. റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് കടന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഈ ബിൽഡിംഗ്. കാണുമ്പോൾ തന്നെ ഒരു മോണുമെൻറ്റോ ഫോർട്ട് പോലൊക്കെ തോന്നുമെങ്കിലും ഒരു ആളൊഴിഞ്ഞ കെട്ടിടമാണ്. എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സാധാരണ റോഡ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കുറെ കടകളും ഹോട്ടലുകളൊക്കെയാണ്. ഇതെന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അറിവില്ല. എന്തായാലും കാണുമ്പോൾ തന്നെ ഒരു റോയൽ ലുക്ക് ഉണ്ട്. സൈഡിൽ തന്നെ നമുക്കൊരു പോസ്റ്റ് ഓഫീസ് കാണാം. ബനാറസി പട്ടണം നിങ്ങൾ എന്തായാലും കേട്ടിരിക്കുമല്ലോ. യെസ്, കാശി ഈസ് ഫേമസ് ഫോർ സാരീസ് ആൻഡ് വീവിംഗ് കൾച്ചർ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു നെയ്ത്തുശാലയിലാണ് ലൈവായിട്ട് വീവിംഗ് പരിപാടിയൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നെയ്ത്തറി. ഇത് നമ്മൾ വന്നേക്കുന്നത് ആക്ച്വലി ഒരു വീവിംഗ് വില്ലേജിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീവിംഗ് വില്ലേജിൽ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ അവരുടെ മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാരി മേടിപ്പിക്കുക എന്നത് കൂടിയാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാരിയുടെ വിലയും കാര്യങ്ങളൊന്നും തിരക്കാനും പോയില്ല. അതുകൊണ്ടാണ് എന്തോ അവർ സാരിയുടെ ഒന്നും വീഡിയോ എടുക്കാനും സമ്മതിച്ചില്ല. എന്തായാലും ഈ നെയ്ത്തുശാല മുഴുവൻ ഒന്ന് കറങ്ങിക്കണ്ട് സാരികളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കി. കുറേ ബ്രൈറ്റ് കളർഫുൾ ആയിട്ടുള്ള സാരികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പം ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലുണ്ടെങ്കിലും വളരെ ചീപ്പായിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാരണാസി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. രാവിലെ ഗംഗാനദിയിൽ കൂടെ ഒരു ബോട്ട് റൈഡും പാസ്സാക്കി അതിനുശേഷം കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തതിനു ശേഷം ദീപക്കേട്ടൻ മടങ്ങി. പുള്ളിയുടെ ഫ്ലൈറ്റ് 3:30-ക്കാണ്. അങ്ങനെ ആളുടെ ഹോസ്റ്റലിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് എയർപോർട്ടിലേക്ക് ഒരു ടാക്സി കയറ്റിയും വിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പം നമ്മൾ ഹിച്ച് ഹൈക്കിങ് ആരംഭിച്ചു. റോട്ടിൽ കാണുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും നിർത്തും. നമ്മൾ അതിൽ കയറുന്നു. നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുന്നു. ഈ ചേട്ടൻ സ്കൂട്ടറിൻ്റെ മിറർ കാണിച്ചിരിക്കാൻ എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സൈഡ് മിറർ എന്ന് ലെഫ്റ്റിലും റൈറ്റിലുള്ള ബാക്കി വണ്ടികൾക്ക് തട്ടായിരിക്കാനും നല്ല തിരക്കിൻ്റെ ഇടയിലും പോക്കറ്റ് റോഡിൽ കൂടെ വെട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മൂപ്പര് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഹോണിന് പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയണല്ലോ, ഒരുപാട് നോയ്സ് ഉണ്ട്. ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്. എനിക്ക് തന്നെ കേട്ട് തല പ്രാന്തെടുക്കും. ചെറിയ തോതിലൊരു സാമ്പിൾ കേട്ടില്ലേ? BH ലക്ഷ്യമാക്കിയാണ് എൻ്റെ യാത്ര. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. നമ്മുടെ ഋത്തികൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. വാരണാസി സെൻറ്ററിൽ നിന്ന് ഏകദേശം 8.5 കിലോമീറ്റർ അപ്പുറത്താണ് BH സ്ഥിതി ചെയ്യുന്നത്. ഷെയർ ടാക്സി ഒന്നും നോക്കിയിട്ട് കാണുന്നുമില്ല. ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ വമ്പം കത്തിവെപ്പായിരിക്കും. എന്നാൽ പിന്നെ ഹിച്ച് ഹൈക്കിങ് തന്നെ ശരണം. നമ്മൾ കാണുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ച് ലിഫ്റ്റ് മേടിച്ച് നമുക്ക് നേരെ BHലേക്ക് പോവാം. അതാ ഇവിടുത്തെ ലോക്കൽസിനോടൊക്കെ സംസാരിച്ച് അവരുടെ പൾസ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഏത് दिवाली देखने के लिए नहीं गए थे क्या? नहीं, हम तो बहुत बार देखते हैं। ये क्या है? ये कौन सा श्री गुरु? ये रविदास गेट है। आप इस तरफ जा रहे हो? हाँ, मुझे उस तरफ जा रहा है। ठीक है, ठीक है ठीक है, थैंक यू भैया। यहाँ से हमको लगता है कि 5 मीटर तक आगे है। ठीक है, हाँ ठीक है भैया, धन्यवाद। അങ്ങനെ രാവിലത്തെ BHU കറക്കം കഴിഞ്ഞ് അവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. കോൾഡ് കോഫി ഒക്കെ ഉണ്ട് സ്പെഷ്യലായിട്ടുള്ള. അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഗംഗാതിരി തീരത്തപ്പുറത്തുള്ള രാംനഗർ ഫോർട്ടും കറങ്ങി ദുർഗാകുണ്ടും കണ്ട് നമ്മൾ അവസാനം ഘാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഹരിശ്ചന്ദ്രഘട്ടിന് തൊട്ടപ്പുറത്തുള്ള ഘാട്ടാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ കണ്ടോ ഒരു ശത്രുസംഹാര പൂജ നടക്കുന്നുണ്ട്. കുറേ തലയോട്ടികളും എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്. ഒരു സ്വാമിജിയും അപ്പുറത്തൊരു പുള്ളിയും കൂടെ ഉണ്ട്. എന്താ അല്ലേ, ഇവിടെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്കൊരു ചെറിയ അമ്പലം പോലത്തെ സെറ്റപ്പ് കാണാം. പക്ഷേ ഇത് അമ്പലമല്ല, കുറേ തലയോട്ടി സ്കെൽട്ടൺ അതിൻ്റെ രൂപങ്ങളൊക്കെ മേളിൽ തൂക്കിയിട്ടതാണ്. അത് ആത്മാക്കളെ പൂജിക്കുന്ന ഒരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അതേ സൈഡിൽ കണ്ടോ കുറേ പ്രേതങ്ങളുടെ രൂപം. നമ്മൾ പണ്ട് ഇംഗ്ലീഷ് കാർട്ടൂണിലൊക്കെ കാണത്തില്ലേ പ്രേതങ്ങളുടെ രൂപം വരച്ചിരിക്കുന്നത്, അതുപോലത്തെ ഒരു സ്കീമാണ്. അതിൻ്റെ മേളിൽ ഒരു തലയോട്ടിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 പേരോടെ നിൽപ്പുണ്ട്. ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെ. അതും ക്രോസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ ജെയിൻ ഘാട്ടിലെത്തി. ജെയിൻ ഘാട്ടിലാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു മാമൻ അവിടെ ഒറ്റയ്ക്ക് ഇന്ന് ഗംഗാരതി നടത്തുന്നു. അതും സമയമൊക്കെ കഴിഞ്ഞു. ഏകദേശം സാധാരണ ദശാശ്വമേധ് ഘാട്ടിലാണല്ലോ ഈവനിങ് ആരതി. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ഏകദേശം 8:30 ആയിട്ടും മൂപ്പർ ഒറ്റയ്ക്ക് ഇന്ന് ആരത്തി നടത്തുകയാണ്. പ്രൈവറ്റ് ഷോ ആണോ എന്തോ. മൂപ്പർക്ക് ദോലൊക്കെ കൊട്ടാൻ വേണ്ടി 2-3 അസിസ്റ്റൻസും കൂടെ ഉണ്ട്. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ആ പർപ്പിൾ കളറിലെ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കിടിലൊരു വ്യൂ ആട്ടോ. ഒരു ആസ് എ ഹോൾ നമുക്കൊരു മിസ്റ്റിക്കലായിട്ടൊരു വൈബ് കിട്ടും. നിങ്ങളിനി കുറച്ച് നേരം വേണേൽ എൻജോയ് ചെയ്തോളൂ.
കുറച്ചുകൂടെ മുമ്പോട്ട് കണ്ടപ്പോൾ വളരെ ആളൊഴിഞ്ഞൊരു ഘാട്ടായിട്ട് വേണ്ടേ. ആകെ ഒരു 2, 3, 5 പേര് കാണും ആ ഘാട്ടിൽ. എന്തായാലും ഇനി കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അസി കെട്ടെത്തും. നമുക്ക് എന്നാൽ റൂമിലേക്ക് പോവാം. ഇങ്ങനെ വിജനമായിട്ടുള്ള വഴി കൂടെ പോകും. എങ്ങോട്ടാണോ എന്താണ് ഒന്നും അറിയില്ല. ഞാൻ ഫോണിൽ എന്തോ വീഡിയോ എടുക്കുകയാണ് നടന്നു പോയ 2 പയ്യന്മാർ പറഞ്ഞത്. ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്, കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഫുഡ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് വാരണാസി. സ്റ്റിൽ ഈ ഏരിയയിലായിട്ട് കുറച്ചധികം മുസ്ലിംസ് ഉള്ളതുകൊണ്ട് അവരിട്ട കബാബ് ഷോപ്പാണ് നമ്മൾ ഈ കാണുന്നത്. 3 ദിവസമായിട്ട് മുള്ളു വെജിറ്റേറിയൻ ആയതുകൊണ്ട് പിന്നെ സീനില്ല. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയോടെ എടുക്കുന്നു. അതുകൊണ്ട് ഫുള്ള് ഇന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് പയ്യെ റൂമിലേക്ക് നടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്.